ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ഒരു ഒഴിച്ചു കറിയാണ്, വെണ്ടയ്ക്ക വറുത്ത ഒരു ഒഴിച്ചു കറി. വീഡിയോയിലേക്ക് പോയാലോ? ഒരു പാനിലേക്ക് എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, സാമ്പാറൊക്കെ വയ്ക്കുന്ന പരിപ്പും അത്ര തന്നെ അളവിൽ ഉഴുന്ന് പരിപ്പും, ഒരു 3-4 വറ്റൽമുളകും, 1 ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് നന്നായി മൂപ്പിച്ച് പൊടിച്ചുകൊണ്ട് വരിക. മുളകൊക്കെ അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ വെണ്ടയ്ക്കയെല്ലാം ഇതാ ഈ ഒരു കനത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ചല്ല, ഇങ്ങനെ ഈ ഒരു കനത്തിന് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വെണ്ടയ്ക്ക ഇനി കുറേശ്ശെ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. തീരെ അങ്ങ് മൂത്തുകൊണ്ട് അതിന് മുമ്പ് കോരിയെടുക്കാം. അങ്ങനെ എല്ലാ വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഒരു 20 വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത് പിഞ്ച് വെണ്ടയ്ക്കയാണ് എടുത്തത്. ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. മുഴുവൻ വെണ്ടയ്ക്കയും ഈ ഒരു പരുവത്തിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. തീരെ മൂത്തുവാനും പാടില്ല, മൂക്കാതിരിക്കാനും പാടില്ല. അങ്ങനെ ഒരു പരുവത്തിൽ മുഴുവൻ വെണ്ടയ്ക്കയും ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യമായിട്ടിട്ടാണ് ഞാൻ വറുത്ത് കോരിയത്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കും. ഒരു ചട്ടിയിലേക്ക് 2 കപ്പ് വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഇനി ഒന്ന് തിളച്ച് വരണം. ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ്, തോരൻ പരിപ്പ്, വറ്റൽമുളക്, ഉലുവ, ഇത്രയാണ് വറുത്ത് പൊടിച്ചത്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി വയ്ക്കാം. പൊടിച്ച പൊടി 2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്ന് കലക്കി വച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇനി കലക്കി വച്ചിരിക്കുന്ന പൊടികൾ അതൊഴിച്ചു കൊടുക്കുക. അതെല്ലാം കിടന്ന് തിളച്ച് ഇതിലുള്ള ഈ പരിപ്പെല്ലാം ഒന്നങ്ങ് വേവണം. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് വെന്ത് വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കായം കൂടെ ചേർക്കുമ്പോഴാണ് ഒരു നല്ല മണം വരുന്നത്. അതിന് തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഒന്ന് തിളച്ച് വരട്ടെ. ഈ അരപ്പൊക്കെ തിളച്ച് നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക മുഴുവനും അങ്ങിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത്രയും മതി. ഇനി തീ അണച്ചു കൊടുക്കുക. എന്നിട്ട് താളിച്ചും കൂടെ ഒഴിക്കുക. അപ്പം നല്ല അടിപൊളി ഒരു കറിയായി. കണ്ടോ? ഒരു ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും
എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ഒരു കറിയാണ്. വേറെ കറിയൊന്നും വേണ്ട ചോറിന് കൂട്ടാനായിട്ട്. കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഈ വെണ്ടയ്ക്കയിലൊക്കെ ഈ മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരും. എരിവ് പോരെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ചേർക്കാം. ഞാനിവിടെ താളിച്ചെടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതെല്ലാം താളിച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു, നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടി. ഇതിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ ഇട്ടപ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു കളർ വന്നു. കണ്ടില്ലേ? ഇത്രയും മതി. അടിപൊളി ടേസ്റ്റിൽ ഒരു വെണ്ടയ്ക്ക പുളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നോൺ വെജ് ഇല്ലെന്നും പറഞ്ഞ് ആരും പേടിക്കണ്ട. ഇങ്ങനെ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. തോരപ്പരിപ്പില്ലെങ്കിൽ കടലപ്പരിപ്പായാലും മതി. കടലപ്പരിപ്പ് ചേർത്താലും നല്ല ഒരു സ്വാദാണ്. കടലപ്പരിപ്പിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചേർക്കാം.